blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എറണാകുളത്തു നിന്നുള്ള ഫ്രാൻസിസ് ആൻഡ് ലത. ഇന്ന് അവരുടെ മകൻ പോളിൻ്റെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പോൾ. ഈ സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, തൻ്റെ ഫ്യൂച്ചറിനും മുന്നിലേക്കുള്ള തൻ്റെ കരിയറിനുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനും നിറവേറുവാനും എല്ലാ നിലകളിലും കർത്താവേ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ലോകം എമ്പാടുമുള്ള ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പോളിനും തൻ്റെ സഹോദരി താരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരിക്കട്ടെ. സകല അനുഗ്രഹങ്ങളാലും മക്കൾ ഇരുവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ ആത്മീയമായി വളരുവാൻ, ദൈവിക നന്മകളിലും അനുഗ്രഹങ്ങളിലും വളരുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ്, ഞങ്ങൾ ചേർന്ന് മുംബൈയിൽ നിന്നുള്ള ഗിരീഷ് എസ് ശിവരാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗിരീഷിന് കർത്താവെ നല്ല ശമ്പളത്തോടുകൂടെ എത്രയും വേഗം നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ലഭിക്കട്ടെ. അതുകൂടാതെ കർത്താവെ, എല്ലാ സാമ്പത്തിക ബാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ആരോഗ്യം കർത്താവെ നൽകുമാറാകണമേ. തൻ്റെ സഹോദരൻ ജീതേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും കർത്താവെ നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ 2 സ്പോൺസറെയും കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ എപ്പിസോഡ് ഈസ് എ വെരി സ്പെഷ്യൽ എപ്പിസോഡ്. അജിത എന്ന പേരുള്ളൊരു സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു മിറക്കിൾ, അതെങ്ങനെയാണ് നടന്നത്, അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും, അതെങ്ങനെ നടന്നതിന് ശേഷമുള്ള മാറ്റം, ഇതെല്ലാം ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലും കർത്താവ് അതിനേക്കാൾ വലുത് ചെയ്യുവാൻ ശക്തിയുള്ളവനാണ്, മനസ്സുള്ളവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പോകാം. കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ പത്തനാട് സ്വദേശിയാണ് അജിത. വളരെ ചുറുചുറുക്കോടെ ഓടി നടന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. ആകസ്മികമായാണ് അവളുടെ ചുറുചുറുക്കിനെ തളർത്തിക്കളഞ്ഞ ആ രോഗം അജിതയെ പിടികൂടിയത്. അജിതയുടെ ജീവിതത്തെ പിടിച്ചുലച്ച ആ രോഗം തന്റെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അവൾക്കും അവളുടെ കുടുംബത്തിനും അതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചു. ഏകദേശം 3 വർഷങ്ങളായി അജിത അതികഠിനമായ നടുവേദനയിൽ പുളയുകയായിരുന്നു. നട്ടെല്ലിന്റെ ഡിസ്കുകളുടെ ഇടയിൽ ഞരമ്പ് ഞെരിഞ്ഞമരുന്നതുകൊണ്ടായിരുന്നത്രേ തന്റെ വേദനയെന്ന് വൈദ്യൻ. പലയിടങ്ങളിലായി നടത്തിയ വൈദ്യപരിശോധനയ്ക്കും തിരുമലുകൾക്കും ശേഷവും ഫലം ശൂന്യമായിരുന്നു. രോഗം കൂടുന്നതല്ലാതെ അതിൽ ലവലേശം കുറവ് വന്നില്ല.
കട്ടിലിൽ നിന്നും അനങ്ങാൻ പോലും കഴിയാത്തത്ര വേദന. അനങ്ങുകയോ തിരിയുകയോ ചെയ്താൽ തന്റെ കാൽ മുതൽ നടുവരെയുള്ള ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. കഠിനമായ വേദനയിൽ അജിത തന്റെ രോഗം എന്നു മാറും, തന്നെ ആര് രക്ഷിക്കും എന്നോർത്ത് വിജനതയിലേക്ക് നോക്കിക്കിടക്കും. അങ്ങനെ രോഗം അവളെ കട്ടിലിന്റെ സുഹൃത്താക്കി മാറ്റി. തന്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഓടിയിരുന്ന ആ കാലുകൾ നിശ്ചലമായി. കാലുകളിലേക്കുള്ള രക്തയോട്ടം നിന്നു. കാൽ മരവിച്ച് മരത്തടി പോലെ ആയിത്തീർന്നു. ആ കിടപ്പിൽ കിടന്ന അജിതയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ബ്ലെസ്സിംഗ് ടുഡേ ടീം അംഗങ്ങൾ കണ്ടെത്തിയ ആ അത്ഭുത കഥയിലേക്ക്. എനിക്ക് 2-3 വർഷമായിട്ട് നടുവിൻ്റെ വേദനയുണ്ടായിരുന്നു. അത് 2-3 കൊല്ലമായിട്ട് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കഴിഞ്ഞ വർഷം ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ആ വേദന അങ്ങ് കണ്ടമാനം കൂടി. നടുവിൻ്റെ വേദന കാലിലോട്ടത് വ്യാപരിച്ച് ഞരമ്പുകൾക്കെല്ലാം വേദനയായിരുന്നു. ഡിസംബർ മാസത്തിൽ ജില്ലാ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പം എൻ്റെ നടുവിൻ്റെ ഡിസ്കിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഡിസ്കിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ അഡ്മിറ്റായി. അവിടെ 20 ദിവസം ബെൽറ്റിട്ട് വെയിറ്റിട്ട് ജില്ലാ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഒരല്പമൊക്കെ മാറ്റം, നിവരാൻ വയ്യെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 1 മാസത്തോളം റെസ്റ്റ് ചെയ്തു. അപ്പോഴൊക്കെ ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ആരുമില്ല സഹായത്തിന്. 20 ദിവസം ഞാനാണ് കുഞ്ഞുങ്ങളെ നോക്കിയത്. 2 മക്കളാണ് എനിക്ക്, ഒരാണും ഒരു പെണ്ണും. അവരെ നോക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറുണ്ടാക്കി കൊടുക്കണം, പാത്രം തേച്ച് മുഴക്കണം, വീട്ടിൽ അതിനിടയ്ക്ക് പപ്പടത്തിൻ്റെ വർക്കുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ. കുട്ടിക്ക് ഇതുപോലെ വയ്യാഴിയുടെ കാര്യങ്ങൾ ഞാൻ അറിയാവുന്നതാണ്. വയ്യാതെ കിടന്ന സമയത്ത് ഇവിടെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരി വെയിറ്റ് ഇട്ട് കിടക്കുന്നത് കാണാം. അങ്ങനെ വീട്ടിൽ 1 മാസത്തോളം വെയിറ്റ് ഇട്ട് കിടന്നു കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നടക്കാമെന്നേ ഉള്ളൂ, നിവരത്തില്ലായിരുന്നു. എങ്കിലും ഈ വേദനകൾ ഭയങ്കര വേദനകളായിരുന്നു. കാലിൻ്റെ ഞരമ്പുകളെല്ലാം അങ്ങ് പിടുത്തം. അതുമൂലം വലിയ പണികളൊന്നും എനിക്ക് ചെയ്യത്തില്ലായിരുന്നു. തൂക്കാനോ വാരോ, കാരണം എന്ന് വെച്ചാൽ നടു നിവരത്തില്ല. കാലിന് പ്രയാസമുള്ള ഒരാൾക്ക് അങ്ങനെ പറഞ്ഞ പോലെ ഒരു പണി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വിറകും എല്ലാം വെട്ടി അടുപ്പിൽ തീയും കത്തിച്ച് പിള്ളേർക്കുള്ള ചോറും വെച്ച് കൊടുത്ത് 2 പേർ റെഡിയാക്കി സ്കൂളിലും വിട്ട് കഴിഞ്ഞിട്ടാണ് ഈ വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കണം. അവിടെ തുണി വരെ കഴുകി കൊടുക്കണം. തുണി കഴുകുക, അതും കഴിഞ്ഞ് മിറ്റന്തൂരും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ ഈ റബ്ബറിൻ്റെ ഒട്ടിയുടെ സീസൺ, പ്ലാസ്റ്റിക് ഒട്ടിൻ്റെ സീസൺ പോകാം. എന്നാൽ അവിടുത്തെ ഓവർ വർക്ക് വൈകിട്ട് 7 മണി വരെ പണിയും കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇവിടെ വൈകിട്ടത്തേക്കുള്ള ആഹാരം വരെ ഞാൻ തന്നെ വെക്കണം. ആരും സഹായത്തിന് ആരുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആരോ പറഞ്ഞിങ്ങനെ അറിഞ്ഞ റാന്നി മക്കപ്പുഴ ഒരു തിരുമു വൈദ്യശാല ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയാൽ പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. അന്ന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വെച്ചാൽ എനിക്ക് അന്ന് ഞാൻ ബെഡിൽ തന്നെയായിരുന്നു ഒരു 6-7 ദിവസം. അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ കഞ്ഞി പോലും വെച്ചില്ല, കാരണം വെക്കാൻ വയ്യായിരുന്നു. അതുപോലെ ഞാൻ കിടപ്പായിരുന്നു. അന്ന് ആദ്യത്തെ അനുഭവമാണ് വീട്ടിൽ കഞ്ഞി വെക്കാൻ മേലാത്ത. അന്ന് മോൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. മോൾക്ക് അവിടെ പോകണം. അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അമ്മ കഴിഞ്ഞ വർഷം ഒട്ടും വയ്യാതെ കിടക്കുമായിരുന്നു. ഞങ്ങൾ അത് കാണുമ്പോൾ ഇരുന്ന് കരയുമായിരുന്നു. ഒരു വക കഴിക്കത്തില്ല. ഞാനും ഇവനും കൂടെ ആയിരുന്നു വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇരുന്ന് കരയുമായിരുന്നു അമ്മ. അച്ഛനും അത് ഭയങ്കര വിഷമമായിരുന്നു. അന്നാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ റാന്നി മക്കപ്പുഴയിൽ തിരുമുന്നിടത്ത് കൊണ്ടുവന്നു. അവിടെ ചെന്ന് വൈദ്യം നോക്കിയപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് അകന്നിട്ട് ഞരമ്പ് ഡിസ്കിനകത്തോട്ട് കയറി ജാമായി ഇരിക്കുന്ന കാരണം കാലയിലോട്ടുള്ള രക്തയോട്ടം നിൽക്കുവാന്ന് പറഞ്ഞു. അതാ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളിപ്പോൾ വന്നത് നന്നായി, അല്ലായിരുന്ന ഈ ആളിനി കുറച്ച് നാളും കൂടെ പോയതാണ് ജീവനോടെ കാണിയല്ലെന്ന് പറഞ്ഞു അന്ന് വൈദ്യം. അവിടെ 10 ദിവസം തിരുമിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറേ എക്സസൈസൊക്കെ ചെയ്യണമായിരുന്നു വൈദ്യം പറഞ്ഞ രീതിയിലുള്ള, അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളമൊക്കെ ബലം പിടിച്ചൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വയം നടുവൊക്കെ ഞാൻ തന്നെ അങ്ങ് നിവർത്തി
നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് വേദന അനുഭവിച്ചാണെന്ന് പറഞ്ഞാലും നിവർന്ന് ഞാൻ തന്നെ അങ്ങ് നടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 1-2 ആഴ്ച നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ, ഇതേപോലെ എന്ന് വെച്ചാൽ ആദ്യത്തേതിലും കൂടുതലായിട്ടാണ് വേദന പിന്നീട് വന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് വേദന സഹിക്കാൻ വയ്യാതെ മേളിലത്തെ കിണറ്റിൽ ചാടാനായിട്ടൊക്കെ അമ്മ ശ്രമിച്ചു. അമ്മയുടെ ഈ അവസ്ഥ കണ്ടതുകൊണ്ട് സ്കൂളിൽ ചെന്നാലും എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കത് വിഷമമായിരുന്നു. പിന്നീട് വേദന വരിക എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അത് എന്തോ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലുള്ള വേദനകളാണ്. എൻ്റെ നടുവിൻ്റെ അവിടുന്ന് കാലിൻ്റെ വിരലിലോട്ടുള്ള ഞരമ്പുകളെല്ലാം നടുവിലോട്ട് അങ്ങ് കോച്ചി പിടിക്കും. പിന്നെ കാല് നിവർക്കത്തില്ല, നടു നിവർക്കത്തില്ല, പിന്നെ എനിക്കൊണ്ട് ഒന്നും പറ്റത്തില്ല. കട്ടിലെ വന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും തിരിയത്തില്ല, ഇങ്ങോട്ടും തിരിയത്തില്ല, എഴുന്നേക്കത്തില്ല. അപ്പോഴെല്ലാം ശരീരം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുമ്പോഴെല്ലാം ഈ ഞരമ്പ് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല, എഴുന്നേക്കാൻ വയ്യ, നിവർന്ന് എനിക്കൊന്നും ചെയ്യത്തില്ല. എന്നാൽ കുത്തിയിരുന്നുകൊണ്ട് ഒന്നും പറ്റിയല്ലോ. കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നിവരണേ വലിയ പാടെ, തിരിയണേ പാട്. ഇങ്ങനെ എനിക്കറിയത്തില്ല എന്തുവാ ബുദ്ധിമുട്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര ചികിത്സ ചെയ്തിട്ടും മാറുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക് ഇടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പോകണമായിരുന്നു. ഞാൻ ഇവിടുന്ന് രാവിലെ പണിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. രാവിലെ കട്ടിലൊക്കെ കിടക്കുക. രാവിലെ എൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ ആയി കാണും. അന്നേരപ്പോഴത്തെ എൻ്റെ മകന് തൊട്ട അയൽവക്കത്തായിരുന്നു ഞാൻ അന്നേരം പ്ലാസ്റ്റിക് ഇട്ടൊരു പണി. അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ചാച്ചി ഓടി ഇങ്ങോട്ട് വാ, വീട്ടിലോട്ട് അമ്മച്ചി ആകെപ്പാടെ വയ്യാതെ കിടക്കുക. ഞാൻ ഇവിടെ ഓടി പിടിച്ച് തൊട്ട് താഴത്തെ വീട്ടിലത് ഓടി ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവൾ കട്ടിലെ ചുരുണ്ട് കൂടി കിടക്കുക. അവിടെ കാലും നൂരത്തില്ല, ഞരമ്പെല്ലാം കൂടെ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ ചുരുണ്ട് കൂടിയിരിക്കുക. ഇതെല്ലാം കൂടെ എനിക്ക് ആകെപ്പാടെ 10 പൈസ 1 രൂപ പോലും കയ്യിലില്ല. ഞാൻ റെഡിയെങ്കിൽ ഉച്ചവരെ ഞാൻ പണി ചെയ്തിട്ട് പൈസയും മേടിച്ചുകൊണ്ട് വന്ന് കങ്ങഴി ആശുപത്രിയിലെ എല്ലാം കൊണ്ടുപോകാം എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ പണിക്ക് വീണ്ടും പോയി. പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. ചെറുക്കൻ കിഴിയൊക്കെ കുത്തിയെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കിഴി കുത്തിയൊക്കെ കൊടുക്കുമായിരുന്നു, തിരുമുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ എപ്പോഴും പോയിരിക്കും, അമ്മയ്ക്ക് സഹായം ഒക്കെ ചെയ്തു കൊടുക്കും. എൻ്റെ കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ അങ്ങ് നിന്നു, കാലൊക്കെ അങ്ങ് മരത്തടി പോലെയായിട്ടും ഈ അയൽവക്കത്തുള്ളവരെല്ലാം വന്ന് കണ്ടു കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ഇതല്ലേ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, കങ്ങഴി ആശുപത്രി, അവിടെ കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു ഇഞ്ചക്ഷനോ വല്ലതും എടുക്കും, വേദന പെട്ടെന്ന് മാറാൻ വേണ്ടി, അല്ലെ ഇങ്ങനെ കിടന്നാൽ തളർന്നു പോകും. കാലൊക്കെ അപ്പോൾ അങ്ങ് തണുത്ത് മരത്തടി പോലെയായി. അമ്മക്ക് ഒട്ടും വയ്യായിരുന്നു, അങ്ങനെ നടക്കാനും ഒന്നും. അതുകൊണ്ട് അച്ഛൻ താങ്ങി എടുത്തോണ്ടായിരുന്നു ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകുന്നത് അമ്മ. അപ്പം മോന് ചായയും കൊടുക്കാനായിട്ട് പോയി. മോള് വീട്ടിലില്ലായിരുന്നു ആ സമയത്ത്, ട്യൂഷന് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലെ ഞാൻ ഇവിടെ കിടക്കുന്ന ഈ കട്ടിലേലാണ് കിടക്കുന്നത്. അപ്പം TV ഇവിടെ വെച്ചുകൊണ്ട് മോൻ പറഞ്ഞു, അമ്മ ഒറ്റയ്ക്കല്ല കിടക്കുന്നത്, അമ്മ എന്തേലും ഒന്ന് TV കണ്ടുകൊണ്ടിരുന്നു, വെറുതെ കിടക്കണ്ട എന്നും പറഞ്ഞോണ്ട്. കളിക്കാൻ പോയ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു ടി വി വെച്ച് അമ്മ ഇരുന്ന് കണ്ടോളാനെന്ന്. ഞാൻ വെച്ചപ്പോൾ റിമോട്ടിൽ മാറ്റിയപ്പോൾ സൂര്യ TV കണ്ടു. അത് പ്രാർത്ഥിച്ചോണ്ട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം അമ്മ അതെ പ്രാർത്ഥിച്ചു. അപ്പം ഈ TV ഇങ്ങോട്ടും എനിക്ക് നേരെ TV വെച്ചിട്ട് മോൻ പറഞ്ഞു, അമ്മ TV കണ്ടോളാൻ പറഞ്ഞു. അന്ന് എൻ്റെ മോൻ ആദ്യമായിട്ട് വെക്കുന്നതാണ്. ഞങ്ങൾ ഈ എന്ന് പറഞ്ഞൊരു ചാനല് കാണാറുള്ളൂ, വേറെ ചാനലൊന്നും മാറി കാണാറില്ല. അതിലെ കുറേ പരിപാടികൾ കാണും. അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൻ അന്ന് വെച്ചത് സൂര്യ TV അന്ന് ആദ്യമായിട്ട്. മോൻ അന്ന് റിമോട്ട് ഓൺ ചെയ്ത സൂര്യ TV-യിൽ ഈ പ്രാർത്ഥനയായിരുന്നു. ഇതെന്താവാന്നോ ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ്, എനിക്ക് തിരിയത്തില്ലായിരുന്നു, കട്ടിൽ അവിടെ കിടന്നത്. കട്ടിലിൻ്റെ നേരെ TV മോൻ വെച്ചിട്ട് ഞാൻ ഈ തല ചരിച്ച് വെച്ചാണ് അന്ന് ആ പ്രോഗ്രാം കാണുന്നത്. അന്നേരം അന്ന് ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ തല ഇങ്ങനെ ചെരിച്ചു വെച്ച് എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് കണ്ണുനീരോടുകൂടി, പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാന്ന്. എന്നാലും ഞാൻ എൻ്റെ വിഷമം, എനിക്കൊന്ന് എഴുന്നേക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലേ ആരുണ്ട്, ഞാനിങ്ങനെ കിടന്നുപോയ ഈ വേദനയെല്ലാം കൂടിയായി ഞാനന്ന് കണ്ണുനീര് തൂകി പ്രാർത്ഥിച്ചു.
അന്ന് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞായിരുന്നു. കൃത്യം 7:30 7:30 തീരുന്ന പരിപാടിയാണ്. അമ്മ പറഞ്ഞു 7 മണിക്ക് തുടങ്ങുന്ന. അപ്പോൾ പിറ്റേ ദിവസം അമ്മ പറഞ്ഞു 7 മണിക്ക് വെക്കണമെന്നത്. പിറ്റേ ദിവസം അത് വെച്ച് അമ്മ പ്രാർത്ഥിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടത്തിയ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അജിതയും മകളും പങ്കെടുത്തിരുന്നു. അനുഭവസാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന സമയത്ത് ബ്രദർ ഡാമിയനോട് പങ്കുവച്ച അനുഭവ കഥയുടെ കാഴ്ചയിലേക്ക്. TV പ്രോഗ്രാം കണ്ട് ആ TV പ്രോഗ്രാം തുടങ്ങിയ ഉടനെ തന്നെ മകൻ പോയി, ഹസ്ബൻഡ് പോയി, മക്കളെല്ലാം എല്ലാവരും പോയി. ഈ സഹോദരി മാത്രമേ വീട്ടിലുള്ളൂ. ഈ സഹോദരി പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന സമയം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ സഹോദരിക്ക് അറിയില്ല. സഹോദരി പറഞ്ഞു അകത്ത് ബോധമുള്ളത് പോലെയുണ്ട്, പക്ഷേ പുറത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അബ്നോർമൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പോലെ സഹോദരി കരയാൻ തുടങ്ങി. ആരോ ഈ സഹോദരിയോട് പറയുക കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറയുക. ഈ സഹോദരി ചെയ്തത് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് താൻ കട്ടിൽ നിന്ന് കാലെടുത്ത് താഴെ കുത്തുന്ന സമയത്ത് കഴിഞ്ഞ കുറേ അധികം മാസങ്ങൾ വലിയ വേദന കൊണ്ട് തനിക്ക്, ഞാൻ പറയാം, ഈ ടോയ്ലറ്റിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ഈ സഹോദരി ഇന്ന് ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഈ സഹോദരി വളരെയധികം മെലിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. സഹോദരി കാല് കുത്തുന്ന സമയത്ത് ആരോ പറയുകയാണ് ഉള്ളിൽ എന്ന് പറയാം കാല് കുത്താൻ വേദന. സഹോദരി കാല് കുത്തിയ സമയത്ത് സഹോദരിക്ക് എന്തൊക്കെയോ ശരീരത്തിൽ ഇങ്ങനെ നടക്കുന്ന പോലെയൊക്കെ തോന്നി. സഹോദരി മുടന്തി സഹോദരി പറഞ്ഞു ഇങ്ങനെ കാലിൻ്റെ മുട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് സഹോദരി മതിലിലൊക്കെ പിടിച്ചാണ് ടിവിയുടെ അടുത്ത് വരെ ഈ സഹോദരി വരുന്നത്. ആ ടിവിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സഹോദരി പറഞ്ഞത് പെട്ടെന്ന് ആരോ തൻ്റെ നടുവിൽ ഒരു കൈ വെച്ച് സ്പർശിച്ചു. ആ നിമിഷം ആ സഹോദരി നിവർന്നു നിന്നു. ആ നിമിഷം ആ സഹോദരിയുടെ ശരീരത്തിൽ സഹോദരി വേണ്ട ഉള്ളിൽ എന്തൊക്കെയോ ഓർമ്മയുണ്ട്, പക്ഷേ പുറത്ത് എന്തൊക്കെയോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞു. ആ സഹോദരി പെട്ടെന്ന് അത്രയും മാസങ്ങൾ കിടന്നിരുന്ന ആ സഹോദരി നിവർന്നു നിന്നു. പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ആരോ പറയോ ഓടാൻ പറഞ്ഞു. ആ സമയത്ത് ആ സഹോദരി ചെയ്തത് ആ ഹോളിൽ നിന്ന് കിച്ചണിലേക്ക് ഓടി താൻ കുനിഞ്ഞു. താൻ സാധാരണ അത്ലറ്റിക്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവരുടെയൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി എക്സസൈസ് ഒക്കെ ചെയ്തു പോയി. കഴിഞ്ഞ 3 മാസങ്ങൾ, അതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ നടുവേദനയുണ്ട്. ആ കിടന്ന കിടപ്പിൽ നിന്ന് ആ സഹോദരി എഴുന്നേറ്റ് നിന്ന് താൻ ഓടി. താൻ പറയുന്ന അത്രയും മാസങ്ങൾ തൻ്റെ വീട്ടിലെ ജോലികളൊക്കെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തൻ്റെ മകളും ഇവിടെയുണ്ട്. മകളും വേറെ ഭർത്താവൊക്കെ കൂടിയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ആ ഒറ്റ ദിവസം ആ ഒറ്റ പ്രാർത്ഥന, ഞാൻ ചോദിച്ചു ബ്രദർ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കേട്ടോ? സഹോദരി പറഞ്ഞു അതെന്തൊക്കെയാ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനൊന്നും കേട്ടില്ല. പക്ഷെ സഹോദരി പരിശുദ്ധന്മാവിൻ്റെ ആ പ്രവൃത്തിയുടെ ഉള്ളിലായിരുന്നുകൊണ്ട് ആ നിമിഷം ആ സഹോദരിക്ക് സൗഖ്യം കിട്ടി. ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 2013 ഏപ്രിൽ മാസത്തിൽ നടന്ന സംഭവം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഇതിനിടയിൽ ഒരു തവണ പോലും നടുവേദന വന്നിട്ടില്ല. താൻ പറയാ 2 ആളുടെ പണി ഞാനിപ്പോ ചെയ്യുന്ന പറയുന്നത്. അതുപോലെ ഒരു സൗഖ്യം തന്റെ ജീവിതത്തിൽ കർത്താവ് നൽകി. ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഭയങ്കര സന്തോഷത്തോടെ ഓടി നടക്കുന്ന അമ്മയാണ് കണ്ടത്. അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലെസ്സിംഗ് ടുഡേ കണ്ട് അമ്മയുടെ വേദനയെല്ലാം മാറി പൂർണ്ണ സൗഖ്യം വന്നു. ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിനെക്കാട്ടിലൊക്കെ 10 ഇരട്ടിക്ക് അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പം. കഠിനരോഗത്താൽ കിടപ്പിലായിരുന്ന അജിത എന്ന ഒരു വ്യക്തി ചാനൽ മാറ്റുന്നതിനിടയിൽ അവിചാരിതമായി കണ്ട ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം അവരിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. ഇതുപോലെ എണ്ണിത്തീർക്കാനാവാത്ത രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും വിടുതലുകളുമാണ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ഓരോ ദിവസവും സർവശക്തനായ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച
ഓരോ സ്പോൺസറിനോടുമുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം സർവശക്തനായ ദൈവത്തിന് മഹത്വവും അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ബ്രദർ ഡാമിയനും സിസ്റ്റർ ഷെമ ഡാമിയനും ഈ ബൈബിളിലെ വചനങ്ങൾ അത്രയും ശക്തിയുള്ള കട്ടിയുള്ള ഈ വചനങ്ങൾ പക്ഷേ വളരെ ലളിതമായ രീതിയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ നല്ല ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്ന സിസ്റ്റർ ഷെമ ഡാമിയനും ബ്രദർ ഡാമിയൻ ബ്രദറിനും വളരെയധികം നന്ദി. ഈ അവർ നിമിത്തം കോടാനുകോടി ജനങ്ങൾക്ക് സൗഖ്യം എല്ലാം ലഭിക്കുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന സ്പോൺസേഴ്സ് അവർക്ക് അങ്ങനെ സ്പോൺസർ ചെയ്യാൻ നല്ലൊരു മനസ്സ് തോന്നിയത് കൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് സൗഖ്യം കിട്ടിയത്. അതുപോലെ തന്നെ കോടാനുകോടി പേർക്ക് അവർ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർക്ക് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് ഇത് സ്പോൺസർ ചെയ്യുന്ന എല്ലാ സ്പോൺസേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ യേശു ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് മിറക്കിൾ. ജീസസ് ഈസ് ദ മിറക്കിൾ വർക്കർ. അജിതയ്ക്ക് വേണ്ടി ചെയ്തത് ദിവസം തോറും മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും ദൈവശക്തനാണ്. വിശ്വസിക്കുക. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, ക്യാൻസറിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കുന്ന ചില വ്യക്തികൾ മിറാക്കുലസായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ശൂന്യത അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വന്നു കയറട്ടെ. ക്ഷയരോഗം മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ ഡിസീസുകൾ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറിപ്പോകട്ടെ. ഹൈ BP നോർമലാകട്ടെ. ലോ BP നോർമലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. അതുപോലെ ശരീരത്തിലുള്ള എല്ലാവിധ ഡെഫിഷ്യൻസിയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. HIV പോസിറ്റീവായത്, എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവികമായ എല്ലാ വിടുതലുകൾക്കായി ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഇപ്പോൾ കൈ നീട്ടിപ്പിടിച്ച് വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് ഇപ്പോൾ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രശ്നം എന്താണെങ്കിൽ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ മുടക്കരുത്. വെള്ളിയാഴ്ച അടൂരിലും ശനിയാഴ്ച പെരുമ്പാവൂരിലുമാണ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിൽ രണ്ടിലേക്കും നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്ന് വ്യക്തിപരമായി ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നതിന് നന്ദി. ഇതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ദയവായി വരിക. യേശുവിനെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്നൊരു കൊച്ചു പുസ്തകം ചില ആഴ്ചകൾക്ക് മുമ്പ് റിലീസ് ചെയ്യപ്പെട്ടു. നിങ്ങൾ സ്ഥിരമായി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇത് ഒരു ഗിഫ്റ്റായി നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് കാർഡിൽ നിങ്ങളുടെ വ്യക്തമായ മേൽവിലാസം വളരെ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അയച്ചാൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി അത് അയച്ചു തരുന്നതായിരിക്കും. ചില മാസങ്ങൾക്ക് മുമ്പാണ് വിന്നേഴ്സ് ഫാക്ടറി എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യലായി ഒത്തിരി സമയമെടുത്ത് തയ്യാറാക്കിയ ഒത്തിരി ഫോട്ടോകളും അതുപോലെ ഇലസ്ട്രേഷൻസൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതൊരു സ്പിരിച്വൽ രീതിയിലുള്ളൊരു പുസ്തകം അല്ല. ഏത് വിശ്വാസത്തിലും ഏത് ജാതിയിലും മതത്തിലുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുവാൻ അവരെ സഹായിക്കുന്നൊരു പുസ്തകമാണ്. എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെയും അതുപോലുള്ള പരിചയ സമ്പത്തിൻ്റെയും ഒക്കെ റിസൾട്ടായി
പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ആവശ്യപ്പെടാം. അത് കൂടാതെ മാതാപിതാക്കളും അധ്യാപകരും അത് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽസ്, അധികാരികൾ, മാനേജ്മെൻറ്റ് അങ്ങനെയുള്ളവർക്ക് അപ്രോച്ച് ചെയ്താൽ അതിൻ്റെ കോപ്പികൾ എത്ര ആവശ്യമുണ്ടോ അത്രയും കോപ്പികൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം. നാളെയും മറ്റന്നാളും തൃശ്ശൂർ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശവും അതുപോലെ ആരാധനയും ഒത്തിരി പ്രോഗ്രാമുകളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഹു വാസ് ദ ലാസ്റ്റ് ജഡ്ജ് ഓഫ് ഇസ്രായേൽ? ഓപ്ഷൻസ്: എ ഒദേനിയൽ, ബി ശമൂവേൽ, സി ഗിദെയോൻ, ഡി യോശുവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABCORD സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.